ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. നിലവിൽ പുതിയ കാലത്തെ പല സംരംഭങ്ങൾക്കും ലൈസൻസ് നൽകാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. മുൻ തലമുറ ഇനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് നിലവിൽ ചട്ടങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് ഈ പുതിയ തലമുറ സംരംഭങ്ങൾക്ക് പലതിനും ലൈസൻസ് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുള്ളത്. ഇതിൽ മാറ്റം വരുത്തും. വ്യവസായ സംരംഭങ്ങൾക്ക് ഇളവ് അനുവദിച്ച് തദ്ദേശ വകുപ്പ്. കാറ്റഗറി 1 പെടുന്ന സംരംഭങ്ങൾക്ക് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മാത്രം മതി. പുതിയ സംരംഭങ്ങൾക്കായി ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ബ്രൂവറി കാറ്റഗറി 1 പെടുമോ എന്ന് പരിശോധിച്ച് പറയാമെന്നും മന്ത്രി. പാലക്കാട് ഏലപ്പുള്ളി ബ്രൂവറി വിവാദത്തിൽ മുഖ്യമന്ത്രിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറെന്ന് വി.ഡി. സതീശൻ. തീയതിയും സമയവും കുറിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറിയെന്നും വിമർശനം. CPIയും RJDയും LDF യോഗത്തിൽ നിലപാട് മറന്നെന്ന് രമേശ് ചെന്നിത്തല. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നുവെന്ന് പരിഹാസം. സാമ്പത്തിക പ്രതിസന്ധിയിലും ഡൽഹി പ്രതിനിധി KV തോമസിന് വീണ്ടും ആനുകൂല്യവുമായി സർക്കാർ. യാത്രാബത്ത പ്രതിവർഷം 11.31 ലക്ഷമാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം. ആശാവർക്കർമാരെ പരിഹസിച്ച മന്ത്രിമാരാണ് PSC ചെയർമാൻ അടക്കമുള്ളവർക്ക് ശമ്പളം കൂട്ടിയതെന്ന് വി.ഡി. സതീശൻ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് UGC ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഫെഡറലിസത്തെ തകർക്കുന്ന കരട് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരണം. ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ ദേശീയ കൺവെൻഷനിൽ കേരള, കണ്ണൂർ ആരോഗ്യ സർവകലാശാല VC-മാർ പങ്കെടുത്തില്ല. കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപിക ജീവനൊടുക്കിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. അധ്യാപികയുടെ നിയമനത്തിന് സർക്കാരിന്റെ അനുമതിയില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത്. നിയമനത്തിന് 13 ലക്ഷം കോഴ നൽകിയെന്ന് കുടുംബം. നിഷേധിച്ച് താമരശ്ശേരി അതിരൂപത മാനേജ്മെന്റ്. रेखा गुप्ता ईश्वर की शपथ लेती हूं कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് രേഖാ ഗുപ്ത. ഉപമുഖ്യമന്ത്രി പർവേഷ് വർമ്മയടക്കം 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങുകൾക്ക് സാക്ഷിയായി പ്രധാനമന്ത്രി അടക്കമുള്ളവർ. രാംലീല മൈതാനിയിൽ ചടങ്ങ് ആഘോഷമാക്കി BJP. OTT പ്ലാറ്റ്ഫോമുകൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രം. 2021 IT നിയമത്തിലെ ചട്ടങ്ങൾ പാലിക്കണം. ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്ന് വാർത്താ വിതരണ മന്ത്രാലയം. മുന്നറിയിപ്പ് യൂട്യൂബർ രൺബീർ അല്ലാബാദിയുടെ അശ്ലീല പരാമർശ വിവാദത്തിന് പിന്നാലെ. നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് കൈമാറിയ കേസിൽ മലയാളി അടക്കം 3 പേർ പിടിയിൽ. മലയാളിയായ PA അഭിലാഷിനെ NIA അറസ്റ്റ് ചെയ്തത് കൊച്ചിയിൽ നിന്ന്. കേസിൽ ഇതുവരെ പിടിയിലായത് 8 പേർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞുവെന്ന് വത്തിക്കാൻ. സഹപ്രവർത്തകരുമായി സംസാരിച്ചു. മാർപ്പാപ്പയെ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി.